ദൈവനാമത്തിന് പിന്നെ മഹത്വം അർപ്പിക്കുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ ഞാൻ ആദ്യമായിട്ടൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. ഹീബ്രൂസ് ചാപ്റ്റർ 13 വേഴ്സസ് 1-6. സഹോദരപ്രിയ നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ട്. നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുകയും. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. എബ്രായ ലേഖനം യേശുക്രിസ്തുവിന്റെ മഹത്വം വ്യക്തമാക്കുന്ന ഒരു ലേഖനമാണ് എന്നുള്ളത് നമുക്കറിയാം. ഇതിനോടകം നമ്മൾ എബ്രായ ലേഖനം പഠിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനത്തിലെ പല വേദഭാഗങ്ങളും ചിന്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറകോട്ടുള്ള അധ്യായങ്ങൾ മുഴുവൻ പഴയ നിയമവുമായിട്ടുള്ള ഒരു താരതമ്യം കൂടിയാണ്. പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള അനേക കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരെന്ന് കരുതുന്ന യഹൂദന്മാരുടെ ഇടയിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്ന പലരെയും എടുത്ത് താരതമ്യം ചെയ്തിരിക്കുക. പ്രവാചകന്മാർ, ദൂതന്മാർ, പിന്നീട് അങ്ങോട്ട് മോശ, യോശുവ, അഹരോൻ, മൽക്കിസദേക്ക്, പിന്നെ പഴയ നിയമത്തിലെ യാഗങ്ങള്, ദേവാലയം, സമാഗമന കൂടാരം, ഇങ്ങനെ ഒരു വലിയ താരതമ്യ പഠനമാണ് എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എബ്രായ ലേഖനം ഒരളവിൽ അല്പം ഗഹനമായ ഒരു പുസ്തകമാണ്. മറ്റ് ചില പുസ്തകങ്ങളെ അപേക്ഷിച്ച് നമുക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ നല്ല ഒരു താരതമ്യ പഠനത്തിലൂടെ ആ എബ്രായ ലേഖനത്തെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. യേശു ക്രിസ്തുവിന്റെ ഔന്നത്യം ഏറ്റവും വ്യക്തമാക്കുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. യേശുക്രിസ്തുവിനെയും തന്റെ മഹത്വത്തെയും വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അതേ സമയത്ത് ദൈവജനത്തിന് ആ ലേഖനം തന്റെ മഹത്വത്തെക്കുറിച്ചുള്ള ഓർമ്മ തന്നിട്ട് അവസാനിപ്പിക്കുമ്പോൾ ഓർപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 13-ാം അധ്യായത്തെ മുഴുവനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എബ്രായ ലേഖനത്തിന്റെ ഉപസംഹാരമാണ്, കൺക്ലൂഷനാണ്. ആ 13-ാം അധ്യായത്തിൽ ഇതുവരെ പറഞ്ഞിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. 13-ാം അധ്യായം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് 12-ാം അധ്യായം അവസാനിപ്പിക്കുന്ന വാക്യം കൂടെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിനു പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അപ്പൊ അവിടെ ദൈവത്തിനു പ്രസാദം വരുമാറ് നമ്മൾ ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്യണം എന്നാണ് 12-ാം അധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ അവിടെ ഇതുവരെ പറഞ്ഞ് 12 അധ്യായങ്ങളിലെ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിധത്തിൽ ഭക്തിയോടും ഭയത്തോടും കൂടെ നിങ്ങൾ സേവ ചെയ്യണം. എന്നിട്ടൊരു വലിയ മുന്നറിയിപ്പ് കൂടെ തന്നാണ് അത് അവസാനിപ്പിക്കുന്നത്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അപ്പൊ ആ ഒരു മുന്നറിയിപ്പോടുകൂടി നമുക്ക് തരുന്ന പ്രധാന ആഹ്വാനം എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ളതാണ്. 12 അധ്യായങ്ങളിലും ക്രിസ്തുവിന്റെ മഹത്വം വർണ്ണിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്, ഈ ദൈവത്തെ നിങ്ങള് പ്രസാദിപ്പിക്കണം. 13-ാം അധ്യായത്തിലും അതിന്റെ ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ ആ വാക്യം കൂടെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 20-ും 21 വാക്യങ്ങൾ 13-ാം അധ്യായത്തിന്റെ ഏതാണ്ട് അവസാന ഭാഗത്തായിട്ട്, നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. ആ വാക്യം എന്തു പറഞ്ഞ എബ്രായ ലേഖനം അവസാനിപ്പിക്കുന്നതും തന്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കത്തക്ക വിധത്തിൽ പുത്രൻ നമ്മെ സഹായിക്കട്ടെ. ഇതാണ് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ ദൈവം നിവർത്തിക്കട്ടെ. എന്ത് നിവർത്തിക്കണം? ദൈവ ഇഷ്ടം ചെയ്ത് നാം ദൈവത്തെ പ്രസാദിപ്പിക്കണം. ആ കാര്യം പുത്രൻ മുഖാന്തരം ദൈവം നമ്മിൽ നിവർത്തിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെ തന്നെയാണ്?
പുത്രൻ മുഖാന്തരം നാം ദൈവേഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കണം. അപ്പൊ ചുരുക്കത്തിൽ 12 അധ്യായങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കണം. എന്നിട്ട് ആ ദൈവപ്രസാദത്തിന് യോഗ്യമായി നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ 13 അധ്യായത്തിൽ തന്നിട്ട് അതും അവസാനിപ്പിക്കുന്നു. ഈ പുത്രൻ മുഖാന്തരം ദൈവേഷ്ടം ചെയ്ത് നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഈ 13 അധ്യായത്തിലെ വിഷയങ്ങളാണ് ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തികൾ എന്താണെന്ന് പറയുന്നത്. അതിൽ ഒരു വാക്യം നമ്മൾ സാധാരണ പറയുന്നതാണ്. അതിൻ്റെ 16-ാമത്തെ വാക്യം, 15ഉം 16ഉം, അധരബലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക, നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ഇപ്പൊ എബ്രായ ലേഖനത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവത്തിന് പ്രസാദകരമായി യാഗം അർപ്പിക്കുക എന്ന ആലോചനയാണ് തരുന്നത്. അതാണ് ഒടുവിലായി തരുന്ന നിർദ്ദേശം. ആ നിർദ്ദേശം എങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാമെന്നുള്ള കുറെ ആലോചനകളാണ് 13 അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ നമ്മുടെ സമയത്തിന്റെ പരിധിയിൽ ഒരു 5 കാര്യങ്ങൾ ആ 13 അധ്യായത്തിൽ നിന്ന് എടുത്തു സൂചിപ്പിക്കാം. 12 അവസാനിപ്പിക്കുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കണം. പ്രസാദത്തിന് യോഗ്യമായ ചില കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ട് 13 അധ്യായം വീണ്ടും അവസാനിപ്പിക്കുന്നു, പുത്രൻ മുഖാന്തരം ദൈവേഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കണം. അങ്ങനെയെങ്കിൽ 13 അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് 5ഉം വലിയ വിശദീകരണമില്ലാതെ ഞാനൊന്ന് ഓർപ്പിക്കാം. ഒന്ന്, അതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെയാണ്, സഹോദര പ്രീതി നിലനിൽക്കട്ടെ. എന്താ സഹോദര പ്രീതി നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച വലിയൊരു ബന്ധമാണ് സഹോദര ബന്ധം എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ശിഷ്യന്മാരെ വിളിച്ചത് മറ്റു ചില പേരുകളൊക്കെയാണ്. ശിഷ്യന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്നേഹിതന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അതിനുശേഷം ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞത് അവർ എൻ്റെ സഹോദരന്മാർ. അപ്പം സഹോദരന്മാർ എന്ന് പറയുന്ന ഒരു വലിയ പദവി ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും നമുക്ക് തമ്മിലും ലഭിച്ചിരിക്കുന്നു യേശുക്രിസ്തുവിലൂടെ, യേശുക്രിസ്തുവിന്റെ പ്രത്യേകിച്ച് പുനരുത്ഥാനത്തിലൂടെ. അതാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന ഒരു വലിയ ആത്മീയ ബന്ധം. ഈ എബ്രായ ലേഖനത്തിൽ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 3-ാം അധ്യായം പറയുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, ഇപ്പൊ നിങ്ങൾ വിശുദ്ധ സഹോദരന്മാരാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ വരുമ്പോൾ അതുകൊണ്ട് സഹോദരന്മാരെ എന്ന് വിളിച്ച നമുക്ക് യേശുക്രിസ്തുവിന്റെ ദേഹം എന്ന തിരശീലയിലൂടെ തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്, അവിടെയും പറയുന്നു നമുക്കൊരു വലിയ ബന്ധം നൽകിയിട്ടുണ്ട്, സാഹോദര്യ ബന്ധം. ഇത് ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് അന്യോന്യമുള്ള ബന്ധമാണ്. ഇവിടെ ഈ 13-ാം അധ്യായത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതെന്ന് പറയുന്ന ആ നിർദ്ദേശങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. സാഹോദര്യ ബന്ധത്തിൽ അന്യോന്യം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്. പരസ്പരമുള്ള ബന്ധം നല്ല നിലയിൽ കാത്തു സൂക്ഷിക്കാനും നിലനിർത്താനും കഴിയുന്നില്ലെങ്കിൽ ക്രിസ്തു തന്റെ പുനരുത്ഥാനത്തിലൂടെ നമുക്ക് തന്ന വലിയൊരു ആത്മീയ അനുഗ്രഹവും ആത്മീയ പദവിയുമായ ആ സാഹോദര്യ ബന്ധത്തിൽ നമുക്ക് അന്യോന്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്നാണ് ഈ 13-ാം അധ്യായം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ നാം ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഈ അതിന് നല്ലൊരു മാതൃകയായിട്ട് നമ്മുടെ കർത്താവിനെ തന്നെയാണ് ഇതിന്റെ മുൻപിലത്തെ അധ്യായങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിന് മുൻപിലത്തെ ചില അധ്യായങ്ങൾ നമ്മൾ വായിച്ചാൽ യാഗങ്ങൾ, പഴയ നിയമത്തിലെ യാഗങ്ങളും ക്രിസ്തുവിന്റെ യാഗവുമായി താരതമ്യം ചെയ്യുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പഴയ നിയമത്തിലെ യാഗങ്ങളൊന്നും ആ യാഗങ്ങൾ കൊണ്ടൊന്നും ദൈവത്തിന് അത് പൂർണ്ണമായി പ്രസാദിക്കാൻ കഴിഞ്ഞില്ല. ഹനനയാഗവും വഴിപാടും ഒന്നും നീ ഇച്ഛിച്ചില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിന്റെ തൊട്ട് അടുത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? എന്നാൽ പുത്രന്റെ യാഗത്തെ കുറിച്ച് പറയുമ്പോൾ പറയാം, സൽഗുണപൂർത്തി വരുത്തിയ യാഗം, അത് മാത്രമല്ല ഒരു ദാസൻ എന്നുള്ള നിലയിൽ ചെവി തുടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു പിതാവിനെ പൂർണ്ണമായി പ്രസാദിപ്പിച്ചവനായും പിതാവിന് പ്രസാദം വരുത്തിയ
യാഗമായും യേശുക്രിസ്തുവിന്റെ യാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് വേണ്ടി പിതാവിനെ പൂർണ്ണമായി പ്രസാദിച്ചുകൊണ്ട് യാഗമായി അർപ്പിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് ഈ പ്രസാദിപ്പിക്കുക എന്നുള്ള വിഷയത്തിലും നമുക്ക് മാതൃകയായിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ നല്ല മാതൃകയുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തേത് ഇവിടെ പറയുകയാണ്, സഹോദര പ്രീതി നിലനിൽക്കട്ടെ. എന്താ ഈ സഹോദര പ്രീതി നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സഹോദരന്മാരെ സന്തോഷിപ്പിക്കുന്നവരായിരിക്കണം. അന്യോന്യം സഹോദരങ്ങളുടെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നവരായിരിക്കണം. മറ്റുള്ളവരുടെ ഹൃദയങ്ങൾക്ക് സന്തോഷവും ആശ്വാസവും കൊടുക്കുവാൻ കഴിയുന്നവരായിരിക്കണം. അതാണ് സഹോദര പ്രീതി നിലനിൽക്കട്ടെ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. നാം സുവിശേഷങ്ങളിൽ കർത്താവ് തന്നെ പറഞ്ഞത് ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയണം. അതെങ്ങനെ വേണം അറിയാൻ? തമ്മിൽ തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് അതറിയേണ്ടത്. ദൈവത്തെ ആരാധിക്കാൻ കൂടി വന്ന് ആരാധിക്കുന്നത് കൊണ്ട് നമ്മളും ദൈവത്തിന്റെ മക്കളാണെന്നുള്ളത് ചുറ്റുമുള്ള ആളുകൾക്ക് അറിയാം. അതാണ് നാം ധരിച്ചു വച്ചിരിക്കുന്നത്. ശരിയാണ്, ഒരളവോളം അത് ശരിയാ. പക്ഷേ കർത്താവ് പറഞ്ഞത് ലോകം ഇത് അറിയേണ്ടത് പിന്നെ എങ്ങനെയാണെന്നാണ്? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ആ സ്നേഹം നിങ്ങൾ തമ്മിൽ വെളിപ്പെടുത്തുകയും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്നുള്ളത് ലോകം അറിയേണ്ടത്. ഇത് അധികം വിശദീകരിക്കേണ്ട, കാരണം അന്യോന്യമുള്ള സ്നേഹത്തെക്കുറിച്ചൊക്കെ ധാരാളം പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് 2 വേദവാക്യം മാത്രം അതോട് ബന്ധപ്പെട്ട് നമുക്കൊന്ന് നോക്കാം. അതൊന്ന് എടുത്ത് വായിച്ചാൽ നല്ലതാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. തെസ്സലോനിക്കർ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ ഈ ആശയം അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സഹോദര പ്രീതിയെ കുറിച്ച് തന്നെയാണ് അവിടെ പറയുന്നത്. ഇപ്പൊ നമ്മൾ എബ്രായ ലേഖനത്തിൽ കണ്ട സഹോദര പ്രീതി നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞ അതേ പദം തന്നെ, അതേ വാക്ക് തന്നെയാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത്. സഹോദരൻ പ്രീതിയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ, സഹോദര പ്രീതി നിലനിൽക്കട്ടെ എന്ന് പറയുന്ന പൗലോസ് തന്നെ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതിയപ്പോൾ പറയുകയാണ്, ഇതേക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലൊന്നും എഴുതേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഞാൻ അടുത്ത് വായിച്ചു. അതെങ്ങനെ സാധിക്കേണ്ടത് ആ സഹോദര പ്രീതി? അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ അടുത്ത് മതി. സഹോദര പ്രീതിയെ കുറിച്ച് പറഞ്ഞിട്ട് എഴുതാൻ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നത് എന്താ? എങ്ങനെയാണ് ആ സഹോദര പ്രീതി നിങ്ങൾ നിലനിർത്തേണ്ടത്? അന്യോന്യം സ്നേഹിക്കുക വഴി. ആ ഉപദേശം നിങ്ങൾക്ക് പ്രാപിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, മക്കദോന്യയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും നിങ്ങൾ അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ. അപ്പൊ തെസ്സലോനിക്കയിലെ വിശ്വാസികളെയും ഈ സഹോദര പ്രീതിയുടെ വിഷയത്തിൽ ഒരു നല്ല മാതൃകയായിട്ട് തന്നെയാണ് പൗലോസ് ഇപ്പൊ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം, അവിടെയും ഈ ആശയം ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വാക്യം കൂടെ ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 3:16. അപ്പൊ സഹോദരന്മാരെ സ്നേഹിക്കുക അല്ലെ സഹോദര പ്രീതി എന്ന് പറയുമ്പോൾ അവിടെ കർത്താവിന്റെ മാതൃക നമുക്ക് തരുന്നത് ജീവനെ തന്ന കാര്യത്തിലാണ്. അവിടെ നമ്മോടുള്ള ബന്ധത്തിലും അത് തന്നെയാണ് പറയുന്നത്. അതൊന്നും പ്രാക്ടിക്കലി സാധ്യമല്ലെന്ന് നമുക്കറിയാം അല്ലെ. പ്രാണനെ വെച്ചുകൊടുത്ത് സ്നേഹിക്കുക എന്ന് പറയുന്നത് മനുഷ്യരാരും ചെയ്യുന്ന കാര്യമല്ല. പക്ഷേ അതിനുള്ള മാതൃക അതാണ്. നമ്മുടെ കർത്താവിന്റെ മാതൃകയാണ് ഇവിടെ പറയുന്നത്. പ്രാണനെ വെച്ചുകൊടുത്തുള്ള സ്നേഹം. അപ്പൊ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. സഹോദര പ്രീതി എന്ന് അവിടെ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹോദരന്മാരെ സ്നേഹിക്കുക. ഇനി അത് മാത്രമല്ല, അവിടുത്തെ ശരിയായ ആശയം എന്ന് പറയുന്നത് അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ള ആശയം കൂടിയാണ്. കേവലം സ്നേഹിക്കുക എന്നുള്ളതല്ല, ആ സ്നേഹം ഉണ്ടെങ്കിൽ അവരെ സന്തോഷിപ്പിക്കും. അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ള ആ ഒരു വലിയ ആശയം കൂടിയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. അവരുടെ ഹൃദയങ്ങൾക്ക് പ്രയാസമുണ്ടാകാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുക. അവരുടെ ഹൃദയങ്ങൾക്ക് വേദന ഉണ്ടാകാതെ എന്ന് പറയാൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവര്, അവരുടെ ഹൃദയങ്ങൾക്ക് സന്തോഷം കൊടുക്കുന്നവര്, അതാണ് ശരിയായ
സഹോദര പ്രീതി എന്ന് പറയുന്നത്. അതിനുള്ള ബന്ധമാണ് ക്രിസ്തുവിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ നിർദ്ദേശം, ഈ സഹോദര പ്രീതി നിലനിൽക്കണമെന്ന് പറഞ്ഞിട്ട് ആ സഹോദര പ്രീതിയിൽ മറ്റു സഹോദരങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള, ഹൃദയങ്ങൾക്ക് ആശ്വാസം കൊടുക്കാനുള്ള കടപ്പാട് നമുക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അത് സാധിക്കാവുന്ന ഒരു മേഖലയാണ് രണ്ടാമത് പറയുന്നത്. അതെന്താ? 1-ാം അധ്യായം തന്നെ 2-ാമത്തെ വാചകം, സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതും ദൈവവചനത്തിലെ നല്ലൊരു ഉപദേശമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യമാണ് ഈ ഭാഗത്തെ വിഷയം. അപ്പം ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നിങ്ങൾ അന്യോന്യം പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം, അന്യോന്യം സന്തോഷിപ്പിക്കുന്നവരായിരിക്കണം. അന്യോന്യം പ്രസാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് പോലെ അല്ല ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്. മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ പുറമേയുള്ള ചില പ്രവൃത്തികൾ കൊണ്ട് സാധിക്കും. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നത് ദൈവം ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വാക്യം കൂടെ ചേർത്ത് നമുക്ക് ഇങ്ങനെ പറയാം, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഹ്വാനം തന്നിട്ട് പറയുകയാണ്, മറ്റു സഹോദരങ്ങളെയും നിങ്ങൾ പ്രസാദിപ്പിക്കണം എന്ന് പറഞ്ഞാൽ കേവലം പുറമേയുള്ള പ്രവൃത്തികളിലൂടെയല്ല, ഹൃദയം കൊണ്ട് അന്യോന്യം സ്നേഹിക്കാനും അന്യോന്യം സന്തോഷിപ്പിക്കാനും കഴിയണം. ഇനി അത് സാധിക്കാവുന്ന ഒരു മേഖല രണ്ടാമത്തെ വിഷയമായിട്ട് അവിടെ പറയുന്നു, അതിഥി സൽക്കാരം മറക്കരുത്. ഇതൊരു കൃപാവരമായിട്ട് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. പത്രോസിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ കൃപാവരങ്ങളെ കുറിച്ച് പറയുന്ന ആ ഭാഗത്ത് പറയുമ്പോൾ അതിഥിപ്രിയരായിരിക്കണം, അതിഥി സൽക്കാരം മറക്കരുത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ അതിഥിപ്രിയരായിരിക്കുക എന്ന് പറയുന്നത് സഭയുടെ ചുമതലപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് അധ്യക്ഷന്മാർ, അവരുടെ യോഗ്യതകളായിട്ട് ലേഖനങ്ങളിൽ, പ്രത്യേകിച്ച് 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലും തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലും ഒക്കെ നമ്മൾ വായിച്ചാൽ അത് അധ്യക്ഷന്മാരായിരിക്കുന്നവരുടെ യോഗ്യതകളിൽപ്പെട്ട ചില കാര്യമായിട്ട് പറയുന്നുണ്ട്. അത് അധ്യക്ഷന്മാർക്ക് മാത്രം ഉണ്ടായിരിക്കേണ്ട സ്വഭാവമല്ല എന്നുള്ളതാണ് ഇവിടെ എബ്രായ ലേഖനത്തിലും ആ കാര്യം ഓർപ്പിക്കുക വഴി നമ്മോട് ആവശ്യപ്പെടുന്നത്. അതിഥി പ്രിയരായിരിക്കുക, അതിഥി സൽക്കാരം ആചരിക്കുക. അതിഥി സൽക്കാരം ആചരിച്ചതുകൊണ്ട് പ്രയോജനമുണ്ടായ ഒരു ദൃഷ്ടാന്തവും കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി. എന്താ അവിടെ പറഞ്ഞ ദൃഷ്ടാന്തം? അതിഥി സൽക്കാരം മറക്കരുത്, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അവർക്കുണ്ടായ പ്രയോജനവും ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം വായിച്ചാൽ നമുക്കറിയാം, അല്ലെ? മമ്രയുടെ തൂപ്പിൽ അബ്രഹാമും മറ്റും ഇരിക്കുമ്പോൾ 2-3 പുരുഷന്മാർ പോകുന്നു, ദൂതന്മാർ എന്ന് കരുതി സ്വീകരിക്കുന്നു. പിന്നീടുണ്ടായ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. അവിടെ കൃത്യമായിട്ട് നമുക്കറിയാം, ദൂതന്മാരെന്ന് പറയുമ്പോൾ ആരെ തന്നെയാണ് അബ്രഹാം സൽക്കരിച്ചത്? യഹോവയെ തന്നെയാ, ദൈവത്തെ തന്നെ സൽക്കരിക്കുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ 2-3 പുരുഷന്മാർ അവർ ദൈവദൂതന്മാരാണെന്നുള്ള ബോധ്യത്തോടുകൂടി അവരെ സ്വീകരിക്കുകയും അവരുടെ കാല് കഴുകി അവർക്ക് വെള്ളം കൊടുത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ സ്വീകരിക്കുകയും ചെയ്യുന്ന അബ്രഹാമിനെയും സാറയെയും ഒക്കെയാണ് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അതിഥി സൽക്കാരത്തിന്റെ കാര്യത്തിൽ നല്ലൊരു മാതൃകയായിട്ട് അതിവിടെ ചൂണ്ടിക്കാണിക്കുക. പഴയ നിയമത്തിൽ വേറെയും നല്ല മാതൃകകൾ നമുക്ക് കാണാം. ഒരു ശൂന്യങ്കാരത്തിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എലീശ പ്രവാചകൻ ആ ശൂന്യങ്കാരത്തിയുടെ സ്ഥലത്തുകൂടി മിക്കവാറും യാത്ര ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു തന്റെ പലവിധ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ. അങ്ങനെ യാത്ര ചെയ്യുന്ന വഴിക്ക് ഈ ശൂന്യങ്കാരത്തിയുടെ ഭവനത്തിൽ പ്രവേശിക്കുമായിരുന്നു. അവിടെ നല്ല സ്വീകരണം കിട്ടുമായിരുന്നു. അങ്ങനെ വന്ന് അവസാനം നമ്മൾ വായിക്കുന്നുണ്ട്, ആ ശൂന്യങ്കാരത്തി ഈ ദൈവദൂതൻ, ഈ ദൈവദാസൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് കണ്ട് ആ വീട്ടിൽ വരുമ്പോൾ ഭക്ഷണം കൊടുക്കുക മാത്രമല്ല, ആ ദൈവദാസന് വിശ്രമിക്കാൻ ഒരു മുറി കരുതുന്നു. ആ വിശ്രമിക്കുന്ന കൂടെ ആ ദൈവദാസന് ആവശ്യമായ മേശ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ദൈവദാസന്മാരെ, ദൈവമക്കളെ സ്വീകരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന നല്ല മാതൃകകളാണ് ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദൈവമക്കൾ അന്യോന്യം ഒന്നിച്ച് കൂടുകയും അന്യോന്യം നമ്മുടെ വീടുകളിൽ ദൈവമക്കളെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്നത് സഹോദര പ്രീതി നിലനിർത്തുന്നതിൻ്റെ ചില ദൃഷ്ടാന്തങ്ങളായിട്ട് തന്നെയാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇങ്ങനെ അതിഥികളായി ദൈവമക്കളെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യണമെങ്കിൽ എന്തു വേണം? ആ സഹോദരന്മാരോട് നമുക്ക് ഹൃദയം കൊണ്ട് സ്നേഹം ഉണ്ടായിരിക്കണം. അവരെ സന്തോഷിപ്പിക്കാൻ, അവരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം കൊടുക്കാൻ നമുക്ക് കഴിയണം.
ഞാനവിടെ അതിഥി സൽക്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരും, അതിഥി സൽക്കാരത്തിൽ ഭക്ഷണവും കൂടെ കൊടുക്കുന്നുണ്ട്. അതാണല്ലോ അതിഥി സൽക്കാരം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഞാൻ അത് നല്ലത്, അതങ്ങനെ ചെയ്യണം. എന്നാൽ അത്രയും അങ്ങോട്ട് പോകാതെ അല്പം കൂടെ എന്ന് പറയട്ടെ, അന്യോന്യം ദൈവമക്കൾ ആ ഭവനങ്ങളിൽ കടന്നു പോവുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും അവരോടൊപ്പം സംസാരിച്ചിരിക്കാൻ, അവരുടെ വിഷമങ്ങൾ അറിയുവാൻ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, അന്യോന്യം ആ ഒരു ബന്ധം കൂടെ പ്രാവർത്തിപദത്തിൽ കൊണ്ടുവന്ന് നിലനിർത്താൻ കഴിയുമ്പോഴാണ് ആ ശുശ്രൂഷ ദൈവത്തിന് പ്രസാദകരമായി തീരുന്നത്. ഇത് നമ്മെ എല്ലാവരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം, ഈ കാലഘട്ടം എന്ന് പറയുന്നത് അതിനൊന്നും ഒട്ടും സമയം ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. എല്ലാവരും വളരെ തിരക്കാം. ഇനി തിരക്കില്ല തന്നെ വീടിനകത്തിരുന്ന് വളരെ തിരക്കാം, അല്ലേ? തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. പരസ്പരം കാണാനോ വിളിക്കാനോ ഭവനങ്ങളിൽ പോകുവാനോ അവരുടെ ആവശ്യങ്ങൾ വിഷമങ്ങൾ അറിയുവാനോ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാനോ ഒന്നും വേണ്ട നിലയിൽ നമുക്ക് സമയം ഇല്ല എന്നുള്ളതാണ് പലയിടത്തും കാണാൻ കഴിയുന്നത്. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്ന് അവകാശപ്പെടുന്നെങ്കിൽ ഇതും ആവശ്യമാണെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ ചെല്ലുമ്പോഴാണ് ആ അതിഥികളെ ആ വീട്ടുകാർ സ്വീകരിക്കുന്നത്, സൽക്കരിക്കുന്നത്. അത് അവര് തമ്മിലുള്ള സ്നേഹത്തിന്റെ, അവര് തമ്മിലുള്ള ഹൃദയബന്ധത്തിന്റെ അടയാളമായിട്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ ഈ വേദഭാഗത്തില് ഓർമ്മിപ്പിക്കുന്നത്. അപ്പം രണ്ടാമത്തെ കാര്യം ഞാൻ അവിടെ അങ്ങനെ നിർത്തുകയാണ്. ഒന്ന്, സഹോദരന്മാരുടെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നവരായിരിക്കണം. രണ്ട്, അതിഥി പ്രിയരായിരിക്കണം, അതിഥി സൽക്കാരം ചെയ്യുന്നവര് ആയിരിക്കണം. മൂന്നാമത്തേത്, അതിന്റെ താഴോട്ട് വരുമ്പോൾ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവീൻ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുന്നവരുമായിരിക്കണം. ഇത് സഹോദരന്മാർ തമ്മിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. സഹോദരന്മാർ തമ്മിലുള്ള കാര്യം പറയുമ്പോൾ പറയാണ്, തടവുകാരെയും കഷ്ടതയിൽ ഇരിക്കുന്നവരെയും നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ. ഓർക്കുന്നുമുണ്ട്, പ്രാർത്ഥിക്കുന്നുമുണ്ട്, അല്ലേ? അറിയുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ ഓർക്കുന്നുമുണ്ട്, പ്രാർത്ഥിക്കുന്നുമുണ്ട്. കേവലം ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ള ആശയം മാത്രമല്ല. വേറെ പല ഭാഗങ്ങൾ അതോട് ബന്ധപ്പെട്ട് നമുക്ക് എടുക്കാൻ കഴിയും. തടവുകാര്, കഷ്ടത അനുഭവിക്കുന്നവര് എന്നൊക്കെയുള്ള വിഷയത്തോട് ബന്ധപ്പെട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നവര്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, വേദന അനുഭവിക്കുന്നവര്, ഇതെല്ലാം അതോട് ബന്ധപ്പെട്ട് നമുക്ക് എടുക്കാനായിട്ട് കഴിയും. അപ്പൊ ചുരുക്കത്തിൽ അവിടുത്തെ ആശയം ഗലാത്യലേഖനം 6-ാം അധ്യായം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇവിടുത്തെ ഒരാശയമായിട്ട് ഞാനൊന്ന് പറയുന്നത്. ആ വാക്യം ഒന്ന് വായിക്കാമോ? ഗലാത്യർ 6:2. കഷ്ടം അനുഭവിക്കുന്നവരെ ഓർക്കുക എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള കഷ്ടതകളുണ്ട്. ഒരുപക്ഷെ സാമ്പത്തിക കഷ്ടം അനുഭവിക്കുന്നവരാകാം, മാനസിക കഷ്ടതകൾ അനുഭവിക്കുന്നവരാകാം, മറ്റും പല നിലകളിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരാകാം. ആ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരെ നിങ്ങൾ ഓർക്കണം. അത് പറയുമ്പോൾ ഗലാത്യർ 6:2 തമ്മിൽ ഭാരങ്ങളെ ചുമപ്പി. നമുക്ക് തന്നെ വഹിക്കാൻ മേലാത്ത ഭാരമാണ്, പിന്നാണ് മറ്റുള്ളവരുടെയും കൂടെ ഭാരങ്ങളെ ചുമക്കുന്നത്. എന്നാൽ ഞാൻ ഒരു കാര്യം ഇങ്ങനെ പറയട്ടെ, നമ്മുടെ വിഷമങ്ങൾ നമ്മൾ വഹിക്കുന്നു, മറ്റു ചിലരുടെ വിഷമങ്ങൾ അവരും വഹിക്കുന്നു. നമ്മൾ ആ വിഷമങ്ങൾ അന്യോന്യം ഒന്ന് പങ്കുവെക്കുമ്പോൾ ആ വിഷമങ്ങൾക്ക് നമുക്കൊരു ശമനം കിട്ടുക. തീർച്ചയായിട്ടും നിങ്ങളത് ശ്രദ്ധിച്ചാൽ അറിയാം. എൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഞാൻ മനസ്സിൽ വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കൂടുകയുള്ളൂ. അത് പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ, അത് കേൾക്കാനും അത് ചുമക്കാനും അന്യോന്യം വഹിക്കാനും ആളുണ്ടെന്നുള്ള ബോധ്യം എനിക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അവസരം ഉണ്ടാകുമ്പോൾ എൻ്റെ വിഷമങ്ങൾക്ക് എനിക്കൊരു ആശ്വാസം കിട്ടുക. എന്തിനാ ദൈവമക്കളുടെ മുമ്പിൽ ദൈവസഭയിൽ വന്ന് നമ്മുടെ വിഷമങ്ങളും ഭാരങ്ങളും ഒക്കെ പ്രാർത്ഥിക്കാൻ പറയുന്നത്? പ്രാർത്ഥിക്കാൻ പറയുന്നതിൻ്റെ പിന്നിലെ ഒരാശയം ഇതേ ഉള്ളൂ. എൻ്റെ വിഷമങ്ങൾ പങ്കുവെച്ചാൽ പ്രാർത്ഥിക്കാൻ എനിക്ക് കൂട്ടു സഹോദരങ്ങളുണ്ട്. അതറിയുന്നത് നമ്മുടെ ഹൃദയത്തിനൊരു ആശ്വാസമാണ്. ചിലപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, ചിലപ്പോൾ അത് അനൗൺസ് ചെയ്യുന്നവർ വിട്ടുപോയി കാണും, മറന്നുപോയി, അല്ലെങ്കിൽ മനഃപൂർവ്വമല്ല, അത് നമുക്കൊക്കെ സംഭവിക്കാം. ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നയാള് എല്ലാം ഒന്നും ഒരുപക്ഷെ ഓർത്തൊന്നും വരത്തില്ല. ആരുടെ വിഷയമാണോ മറന്നുപോയത് അവർക്കതൊരു അത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഇവിടെ ഇരിക്കുന്ന പലരും. ആരുടെ വിഷയമാണോ മറന്നുപോയത് അത് അവർക്കൊരു പ്രയാസമായിരിക്കും.
എന്നോട് ചില സമയത്ത് ഇതിൽ പറയുന്നുണ്ട്, അവസാനം പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച ചില സമയത്തൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച ഞങ്ങളുടെ കാര്യം ഇതായി വിട്ടുപോയല്ലോ അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനഃപൂർവ്വമല്ല, മറന്നത്. അപ്പൊ ഞാനിങ്ങനെ മറുപടി പറയും, അത് അവിടെ വിട്ടുപോയില്ലേലും സഭയിൽ അനൗൺസ് ചെയ്തപ്പോൾ ദൈവം കേട്ടിട്ടുണ്ട്, ഇനി പിന്നെ ഓർത്തോളാം, വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ ഒരു ഭാരം മറ്റുള്ളവർ കേൾക്കുന്നു, അവരത് മനസ്സിലാക്കുന്നു, അവരത് ചുമക്കുന്നു എന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ ആ ഭാരം കൂടുകയാണോ കുറയുകയാണ്? ആ ഭാരം നമുക്ക് അല്പം കുറയുക. അതാണ് ഇവിടെ പറയുന്നത്. തടവുകാരെയും കഷ്ടത അനുഭവിക്കുന്നവരെയും നിങ്ങൾ ഓർക്കണം. അതെങ്ങനെ ഓർക്കണം? അന്യോന്യം ഭാരങ്ങളെ ചുമക്കുക വഴി അത് ഓർക്കേണ്ടതാണ്. ഇത് കേവലം ചുരുക്കം ചിലർക്ക് മാത്രമുള്ള നിർദ്ദേശങ്ങളല്ല കേട്ടോ. എല്ലാ ദൈവമക്കളും ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കണമെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില നിർദ്ദേശങ്ങളാണ് ഈ വേദഭാഗത്ത് ഓർപ്പിക്കുന്നത്. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുക, അന്യോന്യം വിഷമങ്ങൾ മനസ്സിലാക്കുക, ആ വിഷമങ്ങൾ ഓർക്കുക, അല്ലെ അവരെ ഒന്ന് വിളിക്കാൻ കഴിയുക, അവരുടെ അരിക്കലൊന്ന് സന്ദർശിക്കുക, അതൊന്ന് മനസ്സിലാക്കുക, ഒന്നിച്ചിരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുക. ഇത് നമുക്ക് സാധിക്കുമ്പോൾ അവരുടെ വിഷമങ്ങൾക്ക് ഒരാശ്വാസം കിട്ടുകയാണ്. നമ്മെ കരുതാൻ, നമ്മുടെ വിഷമങ്ങൾ പങ്കുവെച്ചാൽ പ്രാർത്ഥിക്കാൻ കൂട്ടുവിശ്വാസികൾ ഉണ്ടെന്നുള്ളത് എത്രയോ വലിയൊരു ധൈര്യമാണ്. അതാണ് ദൈവത്തിന് പ്രസാദകരമായ ചില പ്രവൃത്തികളായിട്ട് ഈ വേദഭാഗത്ത് ഓർപ്പിക്കുന്നത്. 3 കാര്യങ്ങളാണ് ഞാൻ പറയും. 1, സഹോദരന്മാരെ സന്തോഷിപ്പിക്കുന്നവർ, അവരുടെ ഹൃദയത്തിന് ആശ്വാസം പകരുന്നവർ. 2, അന്യോന്യമുള്ള ഭവന സന്ദർശനങ്ങൾ വഴി, അന്യോന്യമുള്ള കൂട്ടായ്മകൾ വഴി, അതിഥി സൽക്കാര ആചരണത്തിലൂടെ നമുക്ക് ദൈവത്തിന് പ്രസാദകരമായി ചിലതൊക്കെ ചെയ്യാം. 3, വേദന അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്നവരുടെ കഷ്ടതയിൽ നമുക്ക് അവരോടൊപ്പം നിൽക്കാനായിട്ട് കഴിയുക. ഇനി 4-മത്തേത് 5-ാം വാക്യം. സോറി, 5-ാം വാക്യം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അടുത്തത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ്. അവിടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറയുമ്പോൾ ആ വാക്യം നമ്മൾ പലപ്പോഴും എടുത്ത് കൂട്ട് ചെയ്യാറുള്ളതാണ്. നമുക്കതൊരു ധൈര്യം നൽകുന്ന ഒരു വാക്യവും കൂടാണ് പല കാര്യങ്ങളോട് ബന്ധപ്പെട്ട്. എന്നാൽ ഇവിടുത്തെ പ്രധാന വിഷയം എന്താണെന്നറിയാമോ? എല്ലാ കാര്യങ്ങളോടും ബന്ധപ്പെട്ട ആ വാക്യം ആപ്ലിക്കബിളാണ്. എന്നാൽ ഇവിടുത്തെ പ്രധാന വിഷയം അതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്ന വിഷയത്തോട് ബന്ധപ്പെട്ടാണ്. ഞാൻ അതോടൊന്ന് വായിക്കാം. 4-ാം വാക്യം. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഇത് പറഞ്ഞാൽ അടുത്ത് പറയുന്നത് എന്ത്? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. അപ്പൊ ഇവിടെ എന്താ വിഷയം? നിങ്ങൾക്കുള്ള കാശ് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചോണമെന്നല്ല, അതുകൊണ്ട് ആപ്ലിക്കബിളാണ്. നിങ്ങൾക്കിപ്പോൾ ഉള്ള ജോലി സംതൃപ്തിയോടെ ദൈവം തന്നതാണെങ്കിൽ അത് തൃപ്തിപ്പെട്ട് ജീവിച്ചോണം എന്നല്ല ഇവിടുത്തെ വിഷയം. അതും ആപ്ലിക്കബിളാണ്. പക്ഷെ ഇവിടുത്തെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിലെ വിഷയം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് തന്ന കുടുംബ ജീവിതത്തിൽ നിങ്ങൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടോണം. വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടാ, വിവാഹ ജീവിതം എങ്ങനെയാ, കിടക്ക എങ്ങനെയാ, നിങ്ങൾ ദ്രവ്യാഗ്രഹവും ദുർനടപ്പും ഇല്ലാത്തവരായിരിക്കണം. ഇത് പറഞ്ഞിട്ടാണ്, ആ പശ്ചാത്തലത്തിലാണ് പറയുന്നത് തൊട്ടടുത്ത വാക്യം. എന്ത്? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണമെങ്കിൽ 2 കാര്യങ്ങൾ ഈ ഭാഗത്തോട് ബന്ധപ്പെട്ട് ഞാനൊന്ന് പറയാം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണമെങ്കിൽ, അത് കുടുംബജീവിതത്തെ മാത്രമല്ല മറ്റെല്ലാ മേഖലകളോടും ബന്ധപ്പെട്ട് തന്നെ പരാതിപ്പെടാതെ ദൈവം തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കണമെങ്കിൽ നമുക്കറിയാം, പല വാക്യങ്ങളും ഉദാഹരണങ്ങളും ബൈബിളിലുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. അത് പോഷിപ്പിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ അവരെല്ലാം എന്താ പറഞ്ഞത്? ഇതുകൊണ്ട് എന്തുള്ളൂ? ഞങ്ങളുടെ കയ്യിൽ ആകപ്പാടെ ഇത്രയേ ഉള്ളൂ. ഇത്രയും വലിയ പുരുഷാരത്തെ തൃപ്തിപ്പെടുത്താൻ ഇതൊന്നും പോരാ. പക്ഷെ അതുകൊണ്ട് തന്നെയാ ദൈവം, അല്ലെ, കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച് അവരെല്ലാം തൃപ്തിപ്പെടുത്തി. അവിടെ അവസാനം എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, 4 സുവിശേഷങ്ങളിലുമുണ്ട്. അതിൽ ഒരിടത്ത് എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, അവർ തിന്ന് തൃപ്തിയായ ശേഷം 12 കൊട്ട മിച്ചപ്പെടുത്തു. അതെന്താ അവർക്ക് തൃപ്തി വരാൻ കാരണം? അവരുടെ വയറ് നിറഞ്ഞെന്നുള്ളതൊരു കാരണമാണ്, അല്ലെ? അവർക്കെല്ലാം ആവശ്യത്തിന്, എല്ലാവർക്കും ഉദ്ദേശിച്ചതിനേക്കാൾ അധികം കിട്ടി, അതൊരു കാരണമാണ്. പക്ഷെ അതിന്റെ പിന്നിൽ എന്തുകൊണ്ടാണ് ആ വലിയ പുരുഷാരത്തിന് തൃപ്തി കിട്ടിയത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇതാരാ അവർക്ക് കൊടുത്തത്? ആര് കൊടുത്തുകൊണ്ടാണ്?
ഇവരെല്ലാവരുടെ അവരുടെ വീടുകളിൽ നിന്ന് എത്ര കൊണ്ടുവന്നാലും അവർക്ക് തൃപ്തി വരുമായിരുന്നു? തൃപ്തി വരത്തില്ല, കാരണം അതുപോലെ പുരുഷാരം. പക്ഷെ കർത്താവ് കൊടുത്തതായതുകൊണ്ട് അവർക്ക് തൃപ്തി കൊണ്ടു. അപ്പൊ തൃപ്തി വരണമെങ്കിൽ എന്ത് വേണം? ഇവിടെ കുടുംബജീവിതത്തെ കുറിച്ചാണ് ഞാൻ. അത് മാത്രമല്ല, എല്ലാം കൂടെ ചേർത്ത് പറയാം. തൃപ്തിയോടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ കർത്താവ് തന്നതാണെന്നുള്ള ആ ബോധ്യമുണ്ടെങ്കിൽ, കർത്താവ് തന്നതാണെങ്കിൽ എനിക്കതിനകത്ത് പരാതിപ്പെടാൻ അവകാശമില്ല. കർത്താവ് എന്നെ ഏൽപ്പിച്ചത്, കർത്താവ് എനിക്ക് തന്നത്, അതാണ് നമുക്ക് പരാതിപ്പെടാതെ ജീവിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം. ഇനി അത് മാത്രമല്ല, ഞാൻ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണമെന്ന് പറഞ്ഞിട്ട് അടുത്ത കർത്താവ് പറഞ്ഞാന്നറിയാമോ? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ ഞാൻ കൂടെ ഉണ്ടായി, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അപ്പൊ ഉള്ളത് കൊണ്ട് തൃപ്തിയോടെ ജീവിക്കാൻ കഴിയുന്ന രണ്ടാമത്തെ ഘടകം കർത്താവ് തന്നു എന്ന് മാത്രമല്ല, കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ളത്. ഭൗമികമായ മറ്റു സാഹചര്യങ്ങളോട് ബന്ധപ്പെട്ട് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി പരിമിതികൾ ഉണ്ടായിരിക്കാം. ജോലിയുടെ കാര്യം, സമ്പത്തിന്റെ കാര്യം, മറ്റ് സൗകര്യങ്ങളുടെ കാര്യം, എല്ലാം പരിമിതികൾ ഉണ്ടായിരിക്കാം. പക്ഷേ ആ ഉള്ളത് ദൈവം തന്നിരിക്കുന്നതാണെങ്കിൽ ആ കൂടെ കർത്താവ് പറയാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ പറയട്ടെ, കർത്താവ് കൂടെ ഇല്ലാത്ത സമൃദ്ധിയേക്കാൾ കർത്താവ് കൂടെയുള്ള പരിമിതിയാണ് തൃപ്തി. അതാണ് ദൈവമക്കൾക്കുള്ള തൃപ്തി എന്ന് പറയുന്നത്. കർത്താവ് കൂടെ ഇല്ലാത്ത ധനത്തേക്കാൾ, കർത്താവ് കൂടെ ഇല്ലാത്ത വലിയ വലിയ ആ ഭൗമിക നേട്ടങ്ങളെക്കാൾ കർത്താവ് കൂടെയുള്ള പരിമിതികളാണ് ഒരു ദൈവവൈതലിന്റെ ഹൃദയത്തിന് തൃപ്തി തരുന്നത്. ആ തൃപ്തിയിൽ ജീവിക്കാനാണ് ഇവിടെ നാലാമത്തെ നിർദ്ദേശം തരുന്നത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. നമുക്കറിയാം, ഈ ലോകം ഒരിക്കലും നമുക്ക് തൃപ്തി തരത്തില്ല, അല്ലേ? ഉള്ളത് കൊണ്ട് തൃപ്തിയോടെ ജീവിക്കാൻ ഈ ലോകപ്രകാരം നോക്കിയാൽ നമുക്ക് കഴിയത്തില്ല. ഞാനിതൊക്കെ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നമുക്ക് ഒരു വാഹനവും ഇല്ലാതിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ നമ്മൾ എന്താഗ്രഹിക്കും? ഒരു സ്കൂട്ടറെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. സ്കൂട്ടർ കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ്. പക്ഷെ ഒരു 1-2 വർഷം സ്കൂട്ടർ ഉപയോഗിച്ച് കഴിയുമ്പം തൃപ്തിയായോ? തൃപ്തിയില്ല. ഇച്ചിരൂടെ വലുതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഇച്ചിരൂടെ വലുത് കിട്ടി കുറച്ച് കഴിയുമ്പോഴോ വീട്ടിലെ ആളുകളുടെ എണ്ണം കൂടി, ഇച്ചിരൂടെ വലുതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഇങ്ങനെ ഒരിക്കലും തൃപ്തി വരാത്തവരാണ് മനുഷ്യർ. ലോകം തരുന്നത് അങ്ങനെ തന്നെയാണ്. എന്നാൽ എന്താണെങ്കിലും കർത്താവ് തന്നതാണെന്നും ആ പരിമിതികളിൽ കർത്താവ് കൂടെ ഉണ്ടെന്നും ഹൃദയത്തിൽ ബോധ്യമുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ളിലൊരു തൃപ്തി. അതാണ് ഇവിടെ പറയുന്നത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. അങ്ങനെ ജീവിച്ചാൽ അത് ദൈവത്തിന് പ്രസാദകരമാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഇവിടെ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 5-ാമത്തേത് ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 5-ാമത്തേത് 7-ാം വാക്യവും 17-ാം വാക്യവും ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 7, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. ഇത് ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവരെയാണ്. നേരത്തെ ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷയൊക്കെ ചെയ്ത് ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നവരെ അത് ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയാം, അവരുടെ ജീവാവസാനം ഓർത്ത്. അപ്പൊ അവരൊക്കെ ജീവിച്ച് അവസാനിപ്പിച്ചവരാ. എന്നാൽ ഇന്നും അവസാനമില്ലാത്ത ഒരാളുണ്ട്. അതാരാണെന്ന് അടുത്ത വാക്യം പറയുക, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഇതെല്ലാം പറഞ്ഞിട്ട് 17-ാം വാക്യം പറയുന്നത് എന്നാണെന്നറിയാമോ? നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. ദൈവത്തിന് പ്രസാദകരമായ ഒരു പ്രവൃത്തിയായിട്ടാണ് അവിടെ പറയുന്നത്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അതിന്റെ മുമ്പില് 7-ാമത്തെ വാക്യം നിങ്ങൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, നടത്തിയവരെ. ആ നടത്തിയവരെന്നുള്ളത് ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവരെ അനുസരിച്ച് ഓർത്തുകൊള്ളുവീൻ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് പറയുക, അവർക്ക് അവസാനമുള്ളവരാ. എന്ന് പറഞ്ഞാൽ അവർക്ക് ബലഹീനതകളുള്ളവരാ, അവർക്ക് കുറവുകളുള്ളവരാ. ഒരു കുറവുമില്ലാത്ത, ഒരവസാനവുമില്ലാത്ത ഒരാളെ ഉള്ളൂ, അത് കർത്താവ് മാത്രമാ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്, നിങ്ങളെ നടത്തുന്നവരെയും അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അപ്പൊ നടത്തുന്നവർക്കും എന്തുണ്ട്? നടത്തുന്നവർക്കും അവസാനമുണ്ട്, നടത്തുന്നവർക്കും കുറവുകളുമുണ്ട്. എന്നാൽ നമ്മുടെ കടപ്പാട് എന്താ? ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ കടപ്പാട് എന്താന്ന് അവിടെ പറയാ, നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവിടെ ആ വാക്യത്തിൽ നടത്തുന്നവരും
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വാക്യം കൂടെ ഒന്ന് മുഴുവൻ വായിക്കാം. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. നമ്മുടെ ചുമതല നടത്തുന്നവരെ അനുസരിക്കുക, കീഴടങ്ങിയിരിക്കുക. എന്നാൽ അടുത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? അവര് കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. അപ്പൊ അവരോ നടത്തുന്നവരും ദൈവസന്നിധിയിൽ അതിന് കണക്ക് കൊടുക്കേണ്ടവരാണ്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ എൻ്റെ ജീവിതത്തിന്റെ കണക്ക് കൊടുത്താൽ മതി. അതേസമയം നടത്തുന്നവരുടെ ചുമതല എന്താ? ഇപ്പൊ സഭയുടെ ചുമതലക്കാരായ ആളുകളുടെ, സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുന്നവരുടെ അവര് കണക്ക് കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ കണക്ക് മാത്രമല്ല, അവരുടെ കൈ കെട്ടിയിട്ടുള്ള ആടുകളുടെ കണക്കൂടെ കൊടുക്കേണ്ടി വരും. ദൈവസഭയുടെ കണക്കൂടെ കൊടുക്കേണ്ടി വരും. അവർ കണക്ക് കൊടുക്കേണ്ടവരാണ്. അത് അവര് കണക്ക് കൊടുക്കേണ്ടവരാണെന്നുള്ള ബോധത്തോടു കൂടി അവരത് ചെയ്യുക. എന്നാൽ സഭയോട് പൊതുവായി പറയുമ്പോൾ പറയാണ്, അവര് ജീവാവസാനമുള്ളവരാണ്, അവർ ബലഹീനതകളുള്ളവരാണ്. നിങ്ങൾ അവർ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ഒരു തടസ്സം വരാതെ നോക്കേണ്ട ചുമതല നിങ്ങൾക്കുണ്ട്. എന്താ അടുത്ത് പറയുന്നത്? നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യാൻ ആ അടുത്ത വാക്കാണ് കാര്യമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത്. നടത്തുന്നവര് അവരുടെ ശുശ്രൂഷ സന്തോഷത്തോടെ ചെയ്യാൻ ഞരങ്ങിക്കൊണ്ടല്ല, പ്രാർത്ഥനയോടും സന്തോഷത്തോടും കൂടി ചെയ്യുവാൻ ആരിടവരുത്തണമെന്നാ പറയുന്നത്? നിങ്ങൾ ഇടവരുത്തണമെന്ന്. അപ്പൊ അവര് ഞരങ്ങിക്കൊണ്ടും അവര് സന്തോഷമില്ലാതെ ചെയ്യുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കൂടെ ആർക്കുണ്ട്? നമുക്കും ഉണ്ടെന്നാ പറയുന്നത്. അതാണ് ആ വാക്യം പറയുന്നത്. നമ്മോടുള്ള നിർദ്ദേശമായിട്ടാണ് അത് പറയുന്നത്. മറുവശത്ത് നടത്തുന്നവരുടെ ഉത്തരവാദിത്വം ഓർപ്പിക്കുന്നുണ്ട്. എന്നാൽ അവിടെ പറയുന്നു, അവര് കണക്ക് കൊടുക്കണം, ആ ബോധം അവർക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെയാ ചെയ്യേണ്ടത്. അവര് ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കണം. അതെല്ലാം പറഞ്ഞിട്ട് അടുത്ത് പറയാ, അവരങ്ങനെ ശുശ്രൂഷ നിറപടിയായി നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന് തടസ്സം വരാതെ നിങ്ങൾ നോക്കണേ. ദൈവസഭയിലെ അംഗങ്ങൾ എന്നുള്ളത് നമ്മുടെ കടപ്പാടും ഉത്തരവാദിത്വവും എത്ര വലുതാ. ഒരു വലിയ നിർദ്ദേശം കൂടെ തന്നാണ് ആ ഭാഗം നിർത്തുന്നത്. എന്താ? അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല. നോക്കിയോണം, ആ പറയുന്ന വാക്കുകളുടെ ഗൗരവമാണ് നാം അവിടെ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കാൻ കടപ്പെട്ട നാം ഏതൊക്കെ നിലകളിലാണ് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്? 5 കാര്യങ്ങളാണ് ആ വേദഭാഗത്തുനിന്ന് ഞാൻ ഓർപ്പിച്ചത്. പരസ്പരമുള്ള ബന്ധത്തിലൂടെയാണ് നമുക്ക് ദൈവത്തിന് പ്രസാദകരമായി പ്രവർത്തിക്കാനും ജീവിക്കാനും കഴിയുന്നത്. സഹോദര പ്രീതി നിലനിർത്തി, അതിഥി സൽക്കാരം ആചരിച്ച്, കഷ്ടത അനുഭവിക്കുന്നവരെ ഓർത്ത്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട്, നടത്തുന്നവരെ അനുസരിച്ച് കീഴ്പ്പെട്ട്, ദൈവ സഭയിൽ നമുക്ക് തന്ന സാഹോദര്യ ബന്ധം അത് വിശ്വസ്തയോടെ നിർവഹിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ കഴിയുന്നത്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തട്ടെ.